ഹലോ, എൻ്റെ പേര് അഭിനവ്. നമ്മൾ പ്രകാശത്തിൻ്റെ ആപവർത്തനം എന്നുള്ള ചാപ്റ്ററിലെ വിലയിരുത്താം ഇങ്ങനെ ചെയ്ത് വരികയാണ്. ഏകദേശം ഒരു 8 ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. ശരി, നോക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇനി ഒമ്പതാമത്തെ ചോദ്യം പട്ടിക നിരീക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പട്ടിക തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. എന്നിട്ട് ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? പട്ടികയിൽ നൽകിയിരിക്കുന്നവയിൽ പ്രകാശവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത്? ഓരോന്നോരോന്ന് ചെയ്തങ്ങ് പോവാം, അതാ നല്ലതെന്ന് തോന്നുന്നു. പ്രകാശവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത്? പ്രകാശവേഗമാണ്. വേഗം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രകാശവേഗമാണോ പ്രകാശിക സാന്ദ്രതയാണോ അപവർത്തനാങ്കമാണോ ചോദിച്ചത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതിനിടയിൽ വേണമെങ്കിൽ ചെറുങ്ങനൊരു വര പെൻസിൽ കൊണ്ട് അങ്ങനെ കൊടുത്തേക്കും. അപ്പോൾ പ്രകാശവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ തന്ന പട്ടികയിൽ എവിടെയും പ്രകാശവേഗം കാണിക്കുന്നില്ല. പക്ഷേ അപവർത്തനാങ്കം തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അപവർത്തനാങ്കമുണ്ട്. അപ്പോൾ അപവർത്തനാങ്കവും പ്രകാശവേഗവും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിരിക്കണം. അപവർത്തനാങ്കം കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം കുറവായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച അപവർത്തനാങ്കം കൂടിയ മാധ്യമത്തിൽ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. റെഡി? അപ്പോൾ ഏത് മാധ്യമത്തിലാണോ ഏറ്റവും വേഗം കൂടി നിൽക്കുന്നത് അവിടെ അപവർത്തനാങ്കം വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ തന്നിരിക്കുന്ന പട്ടിക നോക്കാം. തന്നിരിക്കുന്നതിൽ ഏറ്റവും അപവർത്തനാങ്കം കുറഞ്ഞ മാധ്യമം വായുവാണ്. പിന്നെ താഴേക്ക് വരുന്നതിനനുസരിച്ച് കൂടി വരുന്നുണ്ട്. ഏറ്റവും അപവർത്തനാങ്കം കൂടിയ മാധ്യമം വജ്രമാണ്. അപവർത്തനാങ്കം കൂടിയ മാധ്യമം വജ്രം. പക്ഷേ നമ്മളോടുള്ള ചോദ്യം പ്രകാശവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണെന്ന്. എവിടെയാണോ അപവർത്തനാങ്കം കൂടിയത് അവിടെയായിരിക്കും പ്രകാശവേഗം കുറവ്. അപ്പോൾ വജ്രമാണ് ആൻസർ. വജ്രത്തിലാണ് അപവർത്തനാങ്കം കൂടുതൽ, അതുകൊണ്ട് വജ്രത്തിലൂടെയുള്ള പ്രകാശവേഗം കുറവായിരിക്കും തന്ന പട്ടിക പ്രകാരം. ഇനി അടുത്ത ചോദ്യം, വായുവിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം 3 × 10⁸ ആണ്. മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശവേഗം എന്തായിരിക്കും? ടെക്സ്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു വരുമ്പോൾ മിക്കവാറും വായു, ജലം, ഗ്ലാസ് ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ കണ്ടോ, മണ്ണെണ്ണേൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വായുവിലൂടെയുള്ള തന്നിട്ടുണ്ട്, പ്രകാശവേഗം തന്നിട്ടുണ്ട്. ശരി, നമുക്ക് ആദ്യം തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കാം. സീൻ്റെ വില നമുക്കറിയാം, 3 സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗമാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ സീൻ്റെ വില 3 × 10⁸ ഇനി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപവർത്തനാങ്കമാണ്. നമ്മുടെ ചോദ്യത്തിൽ മണ്ണെണ്ണേൻ്റെ കാര്യമാണല്ലേ പറയുന്നത്, മണ്ണെണ്ണയുടെ കാര്യമാണ് പറയുന്നത്. മണ്ണെണ്ണേൻ്റെ അപവർത്തനാങ്കം ഇവിടെ തന്നിട്ടുണ്ട് 1.44. അപ്പോൾ മണ്ണെണ്ണേൻ്റെ അപവർത്തനാങ്കം നമ്മളവിടെ എഴുതി നോക്കാം. അപവർത്തനാങ്കം n = 1.44. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും എന്നാണ്. അതായത് v എത്രയാണ് എന്നാണ്. അപ്പോൾ എന്നും സിയും വിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. n = c/v. ഇനി ഈ സമവാക്യത്തിലേക്ക് ഇവരൊക്കെ കൊണ്ടുപോയി ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ ചെയ്ത് നോക്കാം. n = c/v ആണെങ്കിൽ എന്നിൻ്റെ വില തന്നിട്ടുണ്ട്. ഇതാ 1.44. അപ്പോൾ 1.44 സമം സീൻ്റെ വില നമുക്കറിയാം 3 × 10⁸ ഹരിക്കണം വീൻ്റെ വില നമുക്കറിയാത്തത് കൊണ്ട് വി എന്ന് തന്നെ എടുക്കണം. ഇനി ചെയ്യേണ്ട കാര്യം, ഈ വിനെയും 1.44നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തേക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഹരിക്കണം വി ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം വി ആവും. അപ്പോൾ വി ഗുണിക്കണം 1.44 എന്ന് വരും. ഇനി ആ ഗുണിക്കണം 1.44നെ ഇപ്പുറത്തേക്ക് എടുത്താൽ ഹരിക്കണം 1.44 എന്ന് വരും. നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ സിമ്പിളായിട്ട് ഇവരെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, മാറ്റി കൊടുത്തേച്ചാൽ മതി. അതായത് എഴുതുമ്പോൾ വി സമം 1.44 നിന്നിടത്തിൽ വി വന്ന് നോക്കും. വി സമം 3 × 10⁸ ഹരിക്കണം വി നിന്ന സ്ഥലത്ത് 1.44 വന്ന് കിടക്കും. അതായത് ഹരിക്കണം 1.44. ഇതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ 3/1.44 ആദ്യം അങ്ങ് ചെയ്യാം. 3/1.44 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 2.0833 എന്ന് പറഞ്ഞിങ്ങനെ പോകും. അപ്പോൾ ആ കിട്ടിയ ആൻസർ ഇവിടെ എഴുതാം. 3/1.4 കൊണ്ട് 3/1.4 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ആൻസർ 2.08. ഇനി നമ്മൾ ഇവിടെ ഈ
10 നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ലേ, മാറ്റി വെച്ചതാ. ആ ഗുണിക്കണം 10 ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ 2.08 ഗുണിക്കണം 10 മീറ്റർ/സെക്കൻഡ് എന്ന് ഉത്തരം വരും. കാരണം വി ആ കണ്ടുപിടിച്ച വി എന്ന് പറഞ്ഞാൽ വേഗം അല്ലെങ്കിൽ പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ് എന്നറിയാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം 2.08 ഗുണിക്കണം 10⁻8. ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ, സി ക്വസ്റ്റ്യൻ. വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുമോ അകലുമോ? ഉത്തരം സാധൂകരിക്കുക. വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പോകുന്നു നമുക്കറിയാം, അല്ലെങ്കിൽ ഈ പട്ടികയിൽ തന്നിട്ടുണ്ട്. വായുവിൻ്റെ അപവർത്തനാങ്കം വജ്രത്തിൻ്റെ അപവർത്തനാങ്കത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അല്ലെങ്കിൽ വായുവും വജ്രവും ഈ ബാക്കിയുള്ള ആരും തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വായുവിനെയും വജ്രത്തിൻ്റെയും കാര്യമല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വായുവും വജ്രവും മാത്രം നോക്കിയാൽ മതി. വായുവും വജ്രവും നോക്കുമ്പോൾ അപവർത്തനാങ്കം കൂടുതലുള്ളത് വജ്രത്തിനാണ്, അപവർത്തനാങ്കം കുറവുള്ളത് വായുവിനാണ്. ഇനി അപവർത്തനാങ്കം കൂടിയ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവർ രണ്ടുപേരും നേർ അനുപാതത്തിലാണ്. അപവർത്തനാങ്കവും പ്രകാശിക സാന്ദ്രതയും നേർ അനുപാതത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പതിക്കുമ്പോൾ വായുവിൽ നിന്ന് നമ്മൾ സാധാരണ വരയ്ക്കുന്ന അതേ ചിത്രം ഒന്നും കൂടെ വരയ്ക്കാൻ വേണ്ടി പോവാണ്. മേലെ വായുവും താഴെ വജ്രവുമാണ്. മേലെ വായുവും താഴെ വജ്രവും എങ്ങനെ വേണമെങ്കിലും എടുക്കുക, കുഴപ്പമില്ല. വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പതിക്കുന്നു. അപ്പോൾ വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പതിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് വരയ്ക്കും? ലംബം വരയ്ക്കും. വരച്ചു കഴിഞ്ഞാൽ ഇനി ഈ പ്രകാശരശ്മി അപവർത്തനത്തിന് വിധേയമായിട്ട് ലംബത്തോട് അടുക്കുമോ ലംബത്തിൽ നിന്ന് അകലുമോ? വായുവിൽ നിന്ന് വജ്രത്തിലേക്കാണ് വരുന്നത്. വജ്രത്തിൻ്റെ പ്രകാശിക സാന്ദ്രത കൂടുതലാണ്, വജ്രത്തിൻ്റെ അപവർത്തനാങ്കം കൂടുതലാണ്. തന്നിരിക്കുന്ന പട്ടിക പ്രകാരം വജ്രത്തിൻ്റെ അപവർത്തനാങ്കം കൂടുതലാണ്. അപവർത്തനാങ്കം കൂടുതലാണെങ്കിൽ പ്രകാശിക സാന്ദ്രതയും കൂടുതലായിരിക്കും. പ്രകാശിക സാന്ദ്രത സത്യം പറഞ്ഞാൽ ഇവിടെ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ, ലംബത്തോട് അടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വജ്രത്തിൻ്റെ അപവർത്തനാങ്കം കൂടുതലാണ്. അപവർത്തനാങ്കം കൂടിയ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയും കൂടുതലായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പതിക്കുമ്പോൾ അത് ലംബത്തോട് അടുക്കും. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. കുറേ ചിത്രങ്ങളൊക്കെ തന്നിട്ട് ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ABCD എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത് ഓരോന്നും ഓരോ മാധ്യമങ്ങളാണ്. നമ്മൾ നേരത്തെ വായു, വജ്രം, മണ്ണെണ്ണ എന്നെല്ലാം പറഞ്ഞ പോലെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ പേര് ABCD എന്നാണ്. ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തോ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു കളയാം. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് A, അതിനേക്കാൾ കൂടുതൽ B, അതിനേക്കാൾ കൂടുതൽ C, അതിനേക്കാൾ കൂടുതൽ D. ഇതെങ്ങനെ വായിക്കാമെന്നറിയോ? A <B C D എന്നാണ് പ്രകാശിക സാന്ദ്രത. അപ്പോൾ തന്ന പട്ടിക പ്രകാരം പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവുള്ളയാൾ B ആണ്, A ആണ്. പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളയാൾ D ആണ്. ശരി, ഇനി ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ അവിടെ എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ പ്രകാശരശ്മി ലംബത്തോട് അടുത്തതായിട്ടാണ് വരച്ചിട്ടുള്ളത്. ശരി, സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വരുമ്പോൾ ലംബത്തോട് അടുക്കണം. അടുത്തതിൽ നോക്കുമ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ലംബത്തോട് അടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ലംബത്തിൽ നിന്ന് അകന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് പറയാം? ഈ ഒന്നാമത്തെ ചിത്രം തെറ്റാണ്. ഒന്നാമത്തെ ചിത്രം തെറ്റ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കാം. രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ അത് ലംബത്തോട് അടുക്കുന്നതായിട്ട് കാണാം. ബിയിൽ നിന്ന് സിയിലേക്ക് വരുമ്പോൾ ലംബത്തോട് അടുക്കുന്നു. സിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ ലംബത്തോട് അടുക്കുന്നു. അപ്പോൾ അത് ശരിയല്ലേ? എനേക്കാൾ പ്രകാശിക സാന്ദ്രത കൂടുതലാണ് ബിക്ക്, ബിനേക്കാൾ കൂടുതലാണ് സിക്ക്, സിനേക്കാൾ കൂടുതലാണ് ഡിക്ക്. അപ്പോൾ ലംബത്തോട് അടുത്ത് വരികയാണ് ചെയ്യേണ്ടത്. റെഡി. ഇനി അടുത്ത ചിത്രം സി ആണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത്. നേരത്തെ പോലെ ABCD നിരത്തി എഴുതിയിട്ടില്ല. സി ആണ് ആദ്യം. സിയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ ലംബത്തിനോട് അടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരച്ച ചിത്രത്തിൽ സത്യം പറഞ്ഞാൽ ബിക്കാണ് പ്രകാശിക സാന്ദ്രത സിനേക്കാളും കുറവ്. അപ്പോൾ ലംബത്തിൽ നിന്ന് അകലെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ വരച്ച ചിത്രം തെറ്റാണ്. അത് ലംബത്തിനോട് അടുക്കുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തെറ്റ്. നേരെ അടുത്തതിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ മാധ്യമം A ആണ്. എയിൽ നിന്ന് സിയിലേക്ക് ഒരു പ്രകാശരശ്മി പോകുന്നു. എയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ പ്രകാശിക സാന്ദ്രത കൂടുതൽ സിക്കാണ്. അപ്പോൾ ലംബത്തോട് അടുക്കണം. സിയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ബിക്ക് പ്രകാശിക സാന്ദ്രത സിനേക്കാൾ കുറവാണ്, ലംബത്തിൽ നിന്ന് അകലണം. ഇനി ബിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ ഡിക്കാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ,
അപ്പോൾ ലംബത്തോട് അടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാണ്. ഇനി ലാസ്റ്റ് ചിത്രം. സി ആണ് ഇവിടെ തുടങ്ങുന്നത്. സിയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. ബിക്ക് പ്രകാശിക സാന്ദ്രത സിനേക്കാൾ കുറവാണ്. അപ്പോൾ ലംബത്തിൽ നിന്ന് അകലണം. അകന്നിട്ടുണ്ട്. ബിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ ലംബത്തിനോട് അടുക്കണം. കാരണം ഡിക്കാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ. അപ്പോൾ ചിത്രം നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ അടുത്തിട്ടുണ്ട്. ഇനി ഡിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ എക്കാണ് പ്രകാശിക സാന്ദ്രത കുറവ്. എക്ക് പ്രകാശിക സാന്ദ്രത കുറവ് എന്ന് പറഞ്ഞാൽ ലംബത്തിൽ നിന്ന് അകലണം. അപ്പോൾ വരച്ച ചിത്രത്തിലും ലംബത്തിൽ നിന്ന് അകലുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതും ശരിയാണ്. അപ്പോൾ ഈ 3 പേരാണ് ശരിയായിട്ടുള്ളത്. ഇവർ രണ്ടും തെറ്റാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ നിയമം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചാപ്റ്ററിൽ മറ്റേ മുന്നേയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിലങ്ങ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം. മെത്തനോളിലെ പ്രകാശ വേഗത്തേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് എത്തനോളിൽ കൂടി പ്രകാശം സഞ്ചരിക്കുന്നത്. ഇവയിൽ അപവർത്തനാങ്കം കുറവ് ഏത് മാധ്യമത്തിലായിരിക്കും? എന്തുകൊണ്ട്? എത്തനോൾ, മെത്തനോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരാ ഇവരൊക്കെ? നമുക്ക് അധികം പരിചയമില്ലാത്ത രണ്ടാളുകളാണ്. ചിലപ്പോൾ കെമിസ്ട്രിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എത്തനോളും മെത്തനോളും. മെത്തനോളിനെ തൽക്കാലം എം എന്ന് വിളിക്കാം, എത്തനോളിനെ ഇ എന്നും വിളിക്കാം വെറുതെ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? മെത്തനോളിലെ പ്രകാശ വേഗത്തേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് എത്തനോളിൽ പ്രകാശം പോകുന്നത്. അപ്പോൾ എത്തനോളിനാണ് കുറവ്, മെത്തനോളിനാണ് പ്രകാശവേഗം കൂടുതൽ. മെത്തനോളിലെ പ്രകാശവേഗം കൂടുതൽ, എത്തനോളിലെ പ്രകാശവേഗം കുറവ്. മെത്തനോളിലെ പ്രകാശവേഗത്തേക്കാൾ കുറഞ്ഞ വേഗതയിലാണ് എത്തനോളിൽ കൂടി പ്രകാശം സഞ്ചരിക്കുന്നതെന്ന് വെച്ചാൽ എത്തനോളിൽ കൂടിയുള്ള പ്രകാശവേഗം കുറവാണ്. അത്രയേ ഉള്ളൂ. എത്തനോളിലാണ് പ്രകാശവേഗം കുറവ്. ചോദ്യം. അപവർത്തനാങ്കം കുറവ് ഏത് മാധ്യമത്തിലായിരിക്കും? അപ്പോൾ അപവർത്തനാങ്കവും പ്രകാശവേഗവും തമ്മിലുള്ള ബന്ധം അറിയണം. പ്രകാശവേഗം കൂടിയ മാധ്യമത്തിൽ അപവർത്തനാങ്കം കുറവായിരിക്കും. അല്ലെങ്കിൽ അപവർത്തനാങ്കം കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശവേഗം കൂടുതലായിരിക്കും. രണ്ടും ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ അപവർത്തനാങ്കം കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ, അപവർത്തനാങ്കം കുറവ് ഏത് മാധ്യമത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് നോക്കിയാൽ മതി? പ്രകാശവേഗം കൂടുതൽ എവിടെയാണെന്ന് നോക്കിയാൽ മതി. പ്രകാശവേഗം കൂടുതൽ എമ്മിലല്ലേ? അപ്പോൾ എമ്മിലായിരിക്കും അപവർത്തനാങ്കം കുറവ്. അപവർത്തനാങ്കം കുറവ് മെത്തനോളിലാണ്. മെത്തനോൾ. റെഡി? അടുത്ത ചോദ്യം ഇല്ല. അത്രയും ചോദ്യങ്ങളാണ്. ബാക്കി നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്തതാണ്. അതൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മുന്നത്തെ ഒന്നാമത്തെ പാർട്ട് കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ അതും കൂടെ ആവശ്യമാണെങ്കിൽ അത് കാണാം. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക് യു.